The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello dear children, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഹാപ്പിയാണോ? ടീച്ചർ ഇന്നും മാത്സ് ക്ലാസ് ഒരു കഥയിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, കഥ കേൾക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? കഥ കേൾക്കുമ്പോൾ കുറച്ച് എനർജി കിട്ടുന്നില്ലേ? ക്ലാസ് കാണാൻ കുറച്ചുകൂടി ഒരു ഉന്മേഷം തോന്നുന്നില്ലേ? അതിനാണ് ടീച്ചർ കഥ പറയുന്നത്. ബി ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു വാചകമായത് അല്ലേ? അതായത് നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സന്തോഷവാന്മാരാക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് നമ്മൾക്കും സന്തോഷം നേടാൻ പറ്റുന്നത്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കൂ കേട്ടോ. ഓസ്കർ വൈൽഡ് എന്ന ഒരു പ്രസിദ്ധനായ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു കൃതിയാണ് ദ ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ രാജകുമാരൻ. വളരെ ചുരുക്കി ആ കഥ പറയാം. ഓക്കെ, സന്തോഷവാനായ രാജകുമാരൻ, അദ്ദേഹത്തിൻ്റെ മരണശേഷം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നഗരമധ്യത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ആ പ്രതിമയിൽ വസ്ത്രങ്ങൾ നിറയെ സ്വർണ്ണ ഇലകളും അതിൻ്റെ കണ്ണുകൾ ഇന്ദ്രനീലം കൊണ്ടുള്ളവയുമായിരുന്നു. ആ രാജകുമാരൻ്റെ പ്രതിമയുടെ വാളിൻ്റെ പിടിയിലും അതേപോലെ വജ്രങ്ങളും രത്നങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കിരീടവും. എല്ലാം വിലപിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും കൊണ്ട് നിറഞ്ഞവ. യൂറോപ്പിൽ തണുപ്പുകാലം തുടങ്ങി. മീവൽ പക്ഷികൾ കൂട്ടം കൂട്ടമായി ഈജിപ്തിലേക്ക് പറന്നുയർന്നു. മീവൽ പക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ നാരായണ പക്ഷി എന്നാണ് ഇവിടെ പറയാറ്. ഒരു മീവൽ പക്ഷി മാത്രം പറന്നുപോയില്ല. അത് സന്തോഷവാനായ ആ രാജകുമാരൻ്റെ പ്രതിമയുടെ തോളിൽ ചെന്നിരുന്നു. രാത്രി, മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ രാത്രി, പ്രതിമയുടെ തോളിലിരുന്ന് ആ കുഞ്ഞു പക്ഷി മയങ്ങിപ്പോയി. പെട്ടെന്ന് മേലെ അതിൻ്റെ ദേഹത്ത് വെള്ളം വന്ന് വീണതും അത് ഞെട്ടി ഉണർന്നു. മഴ പെയ്യുകയാണ് എന്ന് കരുതിയാണ് പക്ഷി ഉണർന്നത്. നോക്കുമ്പോഴാണ് കണ്ടത് പ്രതിമയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നു. ഉടനെ പക്ഷി പ്രതിമയോട് ചോദിച്ചു, രാജകുമാര, അങ്ങ് എന്തിനാണ് സങ്കടപ്പെടുന്നത്? പ്രതിമ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ജീവിച്ചിരുന്നപ്പോൾ ദുഃഖം എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വളരെയധികം സന്തോഷവനായ ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ പ്രതിമ അവർ ഇവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ എനിക്ക് നഗരം മുഴുവനും കാണാം, എല്ലാ ജനങ്ങളെയും കാണാം, അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കാണാം. ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നോക്കൂ മീവൽ പക്ഷി, ആ ജീർണിച്ച കുടിലിൽ ഒരു തുന്നൽക്കാരി ഈ നേരം അത്രയും ഉറക്കമൊഴിച്ചിരുന്ന് തുന്നുകയാണ്. അവൾ വളരെ ക്ഷീണിതയാണ്. അവളുടെ മകനാണെങ്കിൽ പനി പിടിച്ച് കിടപ്പാണ്. ആ കുഞ്ഞിന് കൊടുക്കുവാൻ പച്ചവെള്ളമല്ലാതെ വേറെ ഒന്നും ആ കുടിലിൽ ഇല്ല. നീ എനിക്കൊരു സഹായം ചെയ്യണം. എൻ്റെ വാൾപ്പിടിയിലുള്ള ഈ വിലപിടിച്ച രത്നങ്ങൾ കൊണ്ടുചെന്ന് അവൾക്ക് കൊടുക്കണം. ഉടനെ പക്ഷി പറഞ്ഞു, ഇല്ല രാജകുമാര, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തണം. അവർ ഈജിപ്തിലാണ്. അവർ അവിടെ എന്നെയും കാത്തിരിക്കുകയാണ്. രാജകുമാരൻ പറഞ്ഞു, എൻ്റെ കൊച്ചു പക്ഷിയല്ലേ, എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ അവർ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഒരടി പോലും അനങ്ങാനാവില്ല. അതുകൊണ്ട്
എനിക്ക് വേണ്ടി നീ ആ സഹായം ചെയ്യണം. ആ കുഞ്ഞ് പാവം വല്ലാതെ പനിച്ച് വിറച്ച് ഭക്ഷണം കഴിക്കാതെ കിടപ്പാണ്. പക്ഷിക്ക് സഹാനുഭൂതി തോന്നുകയും രാജകുമാരൻ്റെ പ്രതിമയുടെ വാളിൽ നിന്ന് ഒരു രത്നം കൊത്തിയെടുത്ത് പറന്ന് ചെല്ലുകയും ചെയ്തു. ആ പക്ഷി കുറേ ദൂരം പറന്നു ചെന്നാണ് ആ ജീർണിച്ച കുടിലിൻ്റെ വാതിൽക്കലെത്തുന്നത്. അവിടെ തൻ്റെ കൈത്തലത്തിൽ തലവെച്ച് തളർന്നു കിടന്ന് മയങ്ങുന്ന തയ്യൽക്കാരിയെയാണ് പക്ഷി കണ്ടത്. അവളുടെ മകനാവട്ടെ വിറച്ചുകൊണ്ട്, പനിയുടെ ചൂടിൽ വിറച്ചുകൊണ്ട് അവിടെ കിടക്കുന്നു. പക്ഷി ആ വിലപിടിച്ച രത്നം തയ്യൽക്കാരിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയും കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് പതുക്കെ ചിറകൊന്ന് വീശി ഒന്ന് പറക്കുകയും പിന്നീട് വീണ്ടും രാജകുമാരൻ്റെ തോളിലേക്ക് തിരിച്ച് വരികയും ചെയ്തു. പക്ഷി പറഞ്ഞു, രാജകുമാര, ഈ കൊടും മഞ്ഞിലും എനിക്ക് അശേഷം തണുപ്പ് അനുഭവപ്പെട്ടില്ല. പ്രതിമ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അതിന് കാരണമുണ്ട്. നീ ഒരാളെ സഹായിച്ചു, നീ ഒരു നല്ല പ്രവൃത്തി ചെയ്തു, അതുകൊണ്ടാണ് നിനക്ക് തണുപ്പ് അനുഭവപ്പെടാത്തത്. ആ നഗരത്തിൽ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ രാജകുമാരൻ പക്ഷിയുടെ സഹായത്തോടെ സഹായിക്കുകയുണ്ടായി. രാജകുമാരൻ്റെ പ്രതിമ നിർബന്ധിച്ച് തൻ്റെ ശരീരത്തിലെ ഓരോ രത്നങ്ങളും ആ ഓരോ സ്വർണ്ണ ഇലകളും കൊത്തിയെടുത്ത് അവർക്കെല്ലാം കൊണ്ടു ചെന്ന് കൊടുക്കുവാൻ ആ പ്രതിമ ആ പക്ഷിയെ നിർബന്ധിച്ചു. ആ കൊച്ചു പക്ഷി ആ തണുപ്പെല്ലാം സഹിച്ച് അത്രയും നാൾ രാജകുമാരൻ്റെ പ്രതിമയുടെ കൂടെ തന്നെ നിന്നു. അവസാനം ഒരു ദിവസം ആ പക്ഷി പ്രതിമയുടെ കാൽച്ചുവട്ടിൽ മരിച്ചു വീണു. ഉടനെ തന്നെ പ്രതിമയുടെ ഉള്ളിൽ നിന്നും വലിയൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. പ്രതിമ പൊട്ടിത്തകരുകയും അതിൻ്റെ ഹൃദയം പൊട്ടി താഴെ വീഴുകയും ചെയ്തു. ഓസ്കർ വൈൽഡ് തൻ്റെ ഈ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം സ്വർഗത്തിൽ നിന്നും തൻ്റെ മാലാഖമാരോട് പറഞ്ഞു, ഭൂമിയിൽ ചെന്ന് ആ നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 2 വസ്തുക്കൾ എടുത്തുകൊണ്ടുവരണം. ആ മാലാഖ ആ നഗരത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നത് 2 സാധനങ്ങളായിരുന്നു. ഒന്ന് ആ മീവൽ പക്ഷിയുടെ ജീവനറ്റ ശരീരവും പിന്നൊന്ന് രാജകുമാരൻ്റെ പൊട്ടിപ്പോയ ഹൃദയവും. മക്കളെ, ഈ കഥ നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലായോ? കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് ഇതാണ്: സഹജീവികളുടെ ദുഃഖം മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ സംതൃപ്തിയും ആനന്ദവും ഉണ്ടാകുന്നത്. ആ രാജകുമാരൻ ജീവിച്ചിരുന്നപ്പോൾ സന്തോഷവാനായ രാജകുമാരൻ എന്നാണ് അറിയപ്പെട്ടത്, അല്ലേ? എന്നാൽ മരിച്ച് ഒരു പ്രതിമയായി മാറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് താൻ അനുഭവിച്ചതല്ല സന്തോഷം, യഥാർത്ഥ സന്തോഷം എന്താണ് എന്ന്. അതിന് കൂട്ടായി ആ കൊച്ചു പക്ഷിയും കൂടെ ഉണ്ടായിരുന്നു. ആ കൊച്ചു പക്ഷിക്കും അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ആ പ്രതിമയ്ക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? അതുകൊണ്ട് മക്കളെ, നമ്മൾ ജീവിതത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നമ്മളാലാവുന്ന സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, നൗ ഷാൽ വി മൂവ് ടു അവർ ചാപ്റ്റർ ഏരിയ. In last class we discussed about making rectangles using matchsticks, isn't it? And also we discussed about area, that is area of a square with 1 centimeter side is how much? Yes, 1 square centimeter. Today we can continue the chapter. Now we can discuss about this rectangles. Here you can see 2 rectangles, and in first rectangle it is made with matchsticks, isn't it? And in that rectangle you can see there are 16 matchsticks. In that, lengthwise 6 matchsticks are used and widthwise 2 matchsticks are used. Children, you have already studied about perimeter in your lower classes, isn't it? So here, if we take the length of one matchstick as 1 centimeter, how can we explain this? Here we can say the length of the rectangle as 6 centimeter and its width is 2 centimeter, isn't it? Then we can calculate the perimeter also. That is, here the perimeter is how much?
It is 6 plus 6 plus 2 plus 2. That means the total length of this rectangle is 16 centimeter. That means the perimeter of this rectangle is 16 centimeter. Okay. In second rectangle, you can see 16 matchsticks. The rectangle is made up of 16 matchsticks. That means the perimeter of that rectangle is also 16 centimeter. If we take the length of one matchstick as 1 centimeter. But in that rectangle you can see squares. So how many squares are there? Yes, there are 6 plus 6, that is 12 squares. In this, the area of this rectangle is how much? It is 12 squares. So if we take length of one matchstick as 1 centimeter, we can say the area of one small square is 1 square centimeter. So what will be the area of this whole rectangle? Yes, if we take area of one small square as 1 square centimeter, the total area of this rectangle will be 12 square centimeter. Now, how can we explain about perimeter and area? The length of the outline of any closed shape is its perimeter. The space occupied by a flat shape is the area of that shape. Now children, we can move to another example. Here you can see a rectangle with length 9 centimeter and width 5 centimeter. Here the question is, what is the area of this rectangle? How can we calculate? Here we can imagine squares in lengthwise. How many squares will be there? If we take the square with 1 centimeter side, we can make 9 squares in lengthwise, isn't it? So we will get 9 squares in the first row. Similarly, how many rows we can imagine? Yes, width is with 5 centimeter length, so we can imagine 5 rows. So the total number of squares will be how much? Yes, the total number of squares will be 9 plus 9 plus 9 plus 9 plus 9. That means 9 squares are repeated 5 times. So we can find out the area of this square by multiplying 5 and 9. We know 9 5s are how much? 45, isn't it? So the area of this square will be 45. So here the area of one square with side 1 centimeter is how much? Yes, it is 1 square centimeter. So the area of this total rectangle will be 45 square centimeter. Understood? So here we calculated the area of this rectangle by multiplying 9 and 5. Here 9 is the length of the rectangle and 5 is its width. So if we want to calculate the area of a rectangle, we have to multiply its length with the width. That means area of a rectangle is length into width. Now if we consider a square instead of a rectangle, what will be its area? Yes, we can say the area of a square by taking the side of the square. A square has no length and width. It has 4 equal sides. So the area of a square will be side into side. Understood? Now we can do one problem. All the sides of a rectangle are of 8 centimeter. Find its area. Here the length of one side of the rectangle is given as 8 centimeter. That means the shape is a square. So we have to take side of the square as 8 centimeter.
Okay. So here side of the square is 8 centimeter and we want to calculate area. So area of a square is what? Side into side. Here side is given as 8 centimeter. So 8 into 8, which is 64 centimeter square. That means area of a square with side 8 centimeter is 64 square centimeter. Now we can move to another example. Here one shape is given and it is the shape of T, the alphabet capital letter T. Here the question is, what is the area of this shape? How can we calculate? Here we don't know how to calculate area of such shapes, isn't it? But we know how to calculate area of a square and area of a rectangle. So here we can see the shapes of rectangles. That means in this letter we can make 2 rectangles. So we can calculate the area of each rectangle, then we can add them, then we will get the total area. Here for the first rectangle, length is given as 8 centimeter and width of the rectangle is 2 centimeter, isn't it? We know area of the rectangle is equal to length into width. So here we can take length 8 centimeter and width 2 centimeter. So the area is 16 centimeter square. Now we have to calculate area of the second rectangle. For the second rectangle, its length is how much? Yes, it is 4 centimeter. Whereas width is again 2 centimeter. From the picture we can calculate the width as 2 centimeter. Now area is length into width. So here length is 4 and width is 2 centimeter. So the area of the second rectangle is 8 centimeter square. So here we got the area of first rectangle as 16 centimeter square and area of the second rectangle is 8 centimeter square. So we can calculate the total area of the shape. So total area is area of first rectangle plus area of second rectangle. Now we have to add these two results, that is 16 plus 8, which is 24 centimeter square. So we got area of this shape T is 24 centimeter square. Now we can do another problem. Length of a rectangle is 10 centimeters and width 8 centimeters. If its length and width are doubled, what would be the area of the new rectangle? How many times the area of the original rectangle is the area of the new rectangle? Here, length of the rectangle is given as 10 centimeter and width is 8 centimeter. First we want to calculate the area of the original rectangle. So area of the original
rectangle is, area is length into width. So length into width. Here length is 10 centimeter and width is 8 centimeter. So 10 into 8, 80 centimeter square. Now the question is, if length and width of the rectangle is doubled, what will be the area? So here, if the length of the rectangle is doubled means we want to take 2 times the length of original rectangle. Okay. So length of new rectangle is 2 times length of the original rectangle, 2 into 10, which is 20 centimeter. Now what is the width? Here width is also doubled. So width is 2 times width of the original rectangle. So 2 into 8 is equal to 16 centimeter. Now we want to calculate the area of this new rectangle. So area of the new rectangle is length into width. So 20 into 16, which is 2 into 16 is 32. So the answer is 320 centimeter square. Here we got area of the original rectangle as 80 centimeter square and area of the new rectangle is 320 centimeter square. Now we have to find out the relation between these two. How can we calculate? Here this 320 is 4 times 80, isn't it? 4 into 80 is 320. Here 320 is the area of the new rectangle and 80 is the area of the original rectangle. So we want to take 4 times area of the original rectangle to get area of the new rectangle. So if the length and width are doubled, area will become 4 times. Understood? So area of the new rectangle is equal to 4 times area of original rectangle. So here we can conclude this by saying, if the length and width of a rectangle is doubled, its area will become 4 times that of the original rectangle. Understood? Now we can move to another topic, which is large squares. We discussed about area of rectangles and squares by taking the sides in centimeter. Now, if the measurement is in meter, how can we calculate? Let's do one example. What is the area of a rectangle with sides 5 meter and 3 meter? So here length is 5 meter and width is 3 meter. So here area means it is length into width. So 5 into 3, 15 meter square. Here the measurement is in meter. So we have to take the area in meter square. How can we connect meter with centimeter? That we want to check. We know 1 meter is 100 centimeter. So here, if we want to calculate area of a square with 1 meter side, how can we calculate its area in centimeter? Yes. Here, if the side is
1 meter, area is 1 into 1 meter square. If we take meter in centimeter, we have to take 1 meter as 100 centimeter. So here 100 into 100, which is 10,000 centimeter square. So we can relate this meter square and centimeter square by writing 1 meter square as 10,000 centimeter square. Understood? Now we can do one problem. What is the area of a rectangle of length 5 meter and width 1 meter in square meter? How much in square centimeters? So here the length and width is given in meter. So we want to calculate the area in meter square as well as in centimeter square. So the length is given as 5 meter and width is given as 1 meter. So here for the rectangle we have to calculate the area. So area is length into width. Here length is 5 meter and width is 1 meter. So 5 into 1, which is 5 meter square. Here we got the area in meter square. Now the question is, what is the area in centimeter square? We know 1 meter square is 10,000 centimeter square, isn't it? So we can write the area, which is 5 meter square, as 50,000 centimeter square. So area of the rectangle in centimeter square is 50,000 centimeter square. Now we can do one more problem. The length and width of a rectangle are 6 meters and 50 centimeters. Find its area in square centimeters. How much is it in square meters? Here the length of the rectangle is 6 meter and its width is 50 centimeter. So here first we want to calculate the area in centimeter square. So here the measure of length is in meter and width is in centimeter. So first we want to write the meter in centimeter. So 6 meter is 600 centimeter. So for calculating area is length into width. We have to take the measures in centimeter. So length is 600 and width is 50. 600 into 50. 6 5s are 30 with how many zeros? 3 zeros. That means we got the area as 30,000 centimeter square. One more question is there, that is we have to write this in meter square also. We already discussed 1 meter square is 10,000 centimeter square. That is 10,000 centimeter square, which is 1 meter square. So here it is in centimeter square and it is 30,000 centimeter square. So if 10,000 centimeter square is 1 meter square, what is 30,000 centimeter square? Yes, it is 3 meter square. So area of that rectangle in meter square is 3 meter square. So we can write area of the rectangle as 3 meter square. Understood? Now dear children, I hope you understood about area and perimeter of rectangles and squares and how to write the area in meter square as well as in centimeter square. So you can do the problems as homework
and we can see in the next class. Take care. Bye.